കോഴിക്കോട് പേരാമ്പ്രയിലെ സംഘർഷത്തിൽ ഷാഫി പറമ്പിൽ എംപിക്കെതിരെ പോലീസ് കേസെടുത്തിരിക്കുന്നു. ഷാഫി DCC പ്രസിഡന്റ് പ്രവീൺ കുമാർ ഉൾപ്പെടെ 8 UDF നേതാക്കൾക്കെതിരെയും കണ്ടാൽ അറിയാവുന്ന 692 പേർക്കെതിരെയുമാണ് പോലീസ് കേസ്. മാരകായുധങ്ങൾ ഉപയോഗിച്ച് പോലീസ് ഉദ്യോഗസ്ഥരുടെ കൃത്യനിർവഹണം തടസ്സപ്പെടുത്തിയെന്നാണ് എഫ്ഐആർ. LDF പ്രവർത്തകർക്കെതിരെയും കേസെടുത്തിട്ടുണ്ട്. കോൺഗ്രസ് ഇന്ന് സംസ്ഥാന വ്യാപകമായി പ്രതിഷേധിക്കും. സംഘർഷത്തിന്റെ കൂടുതൽ ദൃശ്യങ്ങളും പുറത്തുവന്നു. ഷാഫി പറമ്പിലിനെതിരെ കേസെടുത്തിരിക്കുകയാണ്. ഷാഫി പറമ്പിൽ ആശുപത്രിയിലാണുള്ളത്. ഷാഫി പറമ്പിലിനെ ആശുപത്രിയിലെത്തി അറസ്റ്റ് ചെയ്യാനുള്ള നീക്കമാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. മാരകായുധങ്ങളുമായി വന്നുകൊണ്ട് പോലീസിനെ ആക്രമിച്ചു, പോലീസിന്റെ കൃത്യനിർവഹണത്തെ തടസ്സപ്പെടുത്തി എന്നാണ് പറയുന്നത്. ഈ രണ്ടും നമ്മൾ ഇന്നലെ മുതൽ ഇതുമായി ബന്ധപ്പെട്ട പല വിഷ്വലുകളും കാണുന്നു. ഇതിലെവിടെയും ഒരു കോൺഗ്രസ്സുകാരന്റെ കയ്യിലോ ഒരു ഷാഫി പറമ്പിലിന്റെ കയ്യിലോ കോൺഗ്രസ് നേതാക്കളുടെ കയ്യിലോ ആരുടെയും കയ്യിൽ എവിടെയും മാരകായുധങ്ങളോ ഒരു വടി പോലും നമ്മൾ ആരും കാണുന്നില്ല. പിന്നെ പോലീസ് എന്തർത്ഥത്തിലാണ് ഇത് പറയുന്നത് എന്ന് മനസ്സിലാവുന്നില്ല. ഇന്ന് രാവിലെ വരെ പോലീസ് പറഞ്ഞുകൊണ്ടിരുന്നത് എന്താണ്? ഞങ്ങൾ ലാത്തി ചാർജ് നടത്തിയിട്ടില്ല എന്നുള്ളതാണ്, ഞങ്ങൾ ആക്രമിച്ചിട്ടില്ല എന്നുള്ളതാണ്. ഇത്തരത്തിൽ വാദം പറഞ്ഞുകൊണ്ടിരുന്ന പോലീസിന്റെ വാദഗതികളെ പൊളിച്ചുകൊണ്ടാണ് ദൃശ്യങ്ങൾ പുറത്തു വരുന്നത്. പോലീസ് മാരകമായി ആക്രമിക്കുന്നതിന്റെ, ലാത്തി ഉപയോഗിച്ച് ആക്രമിക്കുന്നതിന്റെ, ഷാഫി പറമ്പിലിന്റെ മുഖത്തും തലയിലും അടിക്കുന്നതിന്റെ ദൃശ്യങ്ങൾ പുറത്തു വന്നു കഴിഞ്ഞപ്പോൾ പ്ലേറ്റ് മാറ്റുന്നു, വീണ്ടും കളം മാറ്റി ചവിട്ടുന്നു. ഷാഫി പറമ്പിലിനെതിരെ കേസ്. അയാളെ അറസ്റ്റ് ചെയ്യാൻ ഇറങ്ങി പുറപ്പെടുന്ന പോലീസ്. കാരണം പറയുന്നത് അയാളുടെ കയ്യിൽ മാരകായുധങ്ങൾ ഉണ്ടായി, പോലീസിനെ ആക്രമിച്ചു, പോലീസിന്റെ കൃത്യനിർവഹണത്തെ തടസ്സപ്പെടുത്തി. ഏത് പോലീസുകാരനെയാണ് ആക്രമിച്ചത്? ഏത് പോലീസുകാരനാണ് പരിക്ക് പറ്റിയിട്ടുള്ളത്? കാരണം മാരകായുധങ്ങളുമായി ആക്രമിച്ചാൽ ഉറപ്പാണ് പരിക്ക് പറ്റും. നമ്മൾ കൈകൊണ്ട് മോന്തൊക്കെ ഒന്ന് അടിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ പരിക്ക് പറ്റിക്കൊള്ളണമെന്നില്ല. അടികിട്ടിയ ചില പാടുകൾ ഉണ്ടാവും. അതും കുറച്ചു നേരം കഴിയുമ്പോൾ ഒന്ന് ഉറക്കി എണീക്കുമ്പോൾ ആ പാടുകൾ മാറുമായിരിക്കും. പക്ഷെ വേദന ഉണ്ടാവും, ആ വേദനയും മാറുമായിരിക്കും. പക്ഷേ മാരകായുധങ്ങളുമായി ആക്രമിച്ചു കഴിഞ്ഞാൽ പരിക്ക് പറ്റുമെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. അങ്ങനെയെങ്കിൽ ഈ പറയുന്ന കോൺഗ്രസ്സുകാരോ, ഈ പറയുന്ന ഷാഫി പറമ്പിലോ, ഈ പറയുന്ന DCC സെക്രട്ടറിയോ, പ്രസിഡന്റോ, കോൺഗ്രസിന്റെ നേതാവോ ആരോ അതോ പ്രവർത്തകരോ ആരുമാവട്ടെ, ഇവർ മാരകായുധവുമായി ആക്രമിച്ചിട്ടുണ്ടെങ്കിൽ എന്താണെങ്കിലും പോലീസുകാർക്ക് പരിക്ക് പറ്റിയിട്ടുണ്ടാവും. ആ പരിക്ക് പറ്റിയിട്ടുണ്ടെങ്കിൽ ഏത് പോലീസുകാരനാണ് പരിക്ക് പറ്റിയിരിക്കുന്നത്? ഏത് പോലീസുകാരനാണ് ആശുപത്രിയിൽ ചികിത്സയിലുള്ളത്? അതോ എത്ര പോലീസുകാർ മരണപ്പെട്ടു? എത്ര പോലീസുകാർക്ക് അതീവ ഗുരുതരമായ പരിക്ക് പറ്റി? എത്ര പോലീസുകാരാണ് ICUവിൽ കഴിയുന്നത്? എത്ര പോലീസുകാരാണ് ഈ പറയുന്ന വെന്റിലേറ്ററിൽ കഴിയുന്നത്? എത്ര പോലീസുകാരുടെ ശവസംസ്കാരം നടത്തി എന്നുള്ള കാര്യമൊക്കെ പോലീസ് പറയണം. ഷാഫിയെ നിങ്ങൾ ഭയപ്പെട്ട് തുടങ്ങിയിരിക്കുന്നു. അത് ഇന്നലെയല്ല. ആ ഭയപ്പാട് നിങ്ങളുടെ നെഞ്ചത്ത് അടിച്ചു വീണത് അത് വടകരയിലെ റിസൾട്ട് വന്ന അന്നാണ്. KK ശൈലജ 8 നിലയിൽ പൊട്ടിയ ദിവസം, അന്ന് മുതൽ നിങ്ങൾ ഷാഫി പറമ്പിലിനെ ഭയപ്പെട്ടു തുടങ്ങിയിരിക്കുന്നു. അത് കഴിഞ്ഞിട്ട് വടകര പാർലമെന്റ് മണ്ഡലത്തിൽ ഈ പറയുന്ന തലശ്ശേരി, കൂത്തുപറമ്പ്, വടകര, കുറ്റ്യാടി, നാദാപുരം, കൊയിലാണ്ടി, പേരാമ്പ്ര ഇത്രയധികം മണ്ഡലങ്ങളിൽ ഷാഫി പറമ്പിൽ കരുത്തരാർജിക്കുമ്പോൾ, അയാളുടെ പ്രവർത്തനങ്ങൾക്ക് സ്വീകാര്യത ലഭിക്കുമ്പോൾ, ആളുകൾ മാറ്റി ചിന്തിക്കുമ്പോൾ, ഇവിടെയൊക്കെ നിങ്ങളുടെ കോട്ടകളിൽ വിള്ളൽ വീഴുമ്പോൾ അയാളെ വീഴ്ത്തണമെന്ന് നിങ്ങൾ ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെയൊക്കെ ഏറ്റവും അവസാനത്തെ ശ്രമഫലമാണ് ഇന്നലെ പേരാമ്പ്രയിൽ നമ്മൾ കണ്ടത്. നിങ്ങളൊരു കാര്യം ആലോചിക്കണം. പേരാമ്പ്രയിൽ എന്താണ് നടന്നത്? പേരാമ്പ്ര കോളേജിൽ കഴിഞ്ഞ ദിവസം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ എല്ലാ ക്യാമ്പസുകളിലും നടന്ന തെരഞ്ഞെടുപ്പ്, ആ സ്റ്റുഡൻസ് യൂണിയനുമായി ബന്ധപ്പെട്ട തെരഞ്ഞെടുപ്പിൽ പേരാമ്പ്ര കോളേജിൽ ചെയർമാൻ സ്ഥാനത്തേക്ക് UDFന്റെ സ്ഥാനാർത്ഥി വിജയിച്ചു കയറുന്നു. അതിന്റെ ആഹ്ലാദ പ്രകടനം പേരാമ്പ്ര ടൗണിൽ ഈ കോളേജിലെ വിദ്യാർത്ഥികൾ നടത്തുന്നു. ആ നടത്തുന്ന ആഹ്ലാദ പ്രകടനം നിർത്തിയിട്ട് നിങ്ങൾ പിരിഞ്ഞു പോകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് പോലീസ് കുട്ടികളെ സമീപിക്കുന്നു. എന്തിനാ നിർത്തിപ്പോണം? എന്തിന് ആഹ്ലാദ പ്രകടനം നടത്തണം? അവിടെ അതുവരെ യാതൊരു തരത്തിലുള്ള പ്രകോപനങ്ങളോ ആക്രമണങ്ങളോ ഒന്നും ഉണ്ടായില്ല. മുദ്രാവാക്യങ്ങൾ വിളിച്ചുകൊണ്ട് അവരുടേതായ ആഹ്ലാദം പ്രകടിപ്പിക്കുകയായിരുന്നു.
അവിടെയാണ് പോലീസ് ഇടപെടുന്നത്. കാരണം ഇത് പേരാമ്പ്രയാണ്, ഇത് ചെങ്കോട്ടയാണ്, ചെങ്കോട്ടയിൽ വിള്ളൽ വീണിരിക്കുന്നു എന്ന തിരിച്ചറിവിൽ നിന്ന് ആ കുട്ടികളെ പിന്തിരിപ്പിച്ച് പറഞ്ഞുവിടാൻ വേണ്ടി ശ്രമിച്ച പോലീസിന് നിർദ്ദേശം ആ കുട്ടികൾ അംഗീകരിക്കാതെ വന്നപ്പോൾ ആ കുട്ടികൾക്ക് നേരെ ഗ്രനേഡ് എറിയുന്നു പോലീസ്. ആ ഗ്രനേഡ് എറിഞ്ഞതിന്റെ പശ്ചാത്തലത്തിലാണ് അത് കഴിഞ്ഞുള്ള, അതായത് ഇന്നലെ ഈ പറയുന്ന പേരാമ്പ്രയിൽ ഹർത്താൽ ആചരിക്കുന്നത്. ഹർത്താൽ വൈകുന്നേരമായപ്പോൾ അവസാനിക്കുന്നു. ആ ഹർത്താൽ അവസാനിക്കുന്നതിന്റെ തൊട്ടോടുകൂടി പേരാമ്പ്രയിൽ വീണ്ടും ഒരു UDF പ്രകടനം നടത്തുകയാണ്. ഈ കുട്ടികൾക്ക് നേരെ ഗ്രനേഡ് എറിഞ്ഞതുമായി ബന്ധപ്പെട്ട് ഒരു പ്രകടനം UDF നേതൃത്വത്തിൽ ഒരു പ്രതിഷേധ റാലി നടത്തുന്നു, പ്രതിഷേധ മാർച്ച് നടത്തുന്നു. ആ പ്രതിഷേധ മാർച്ചിനെ തടയാൻ വേണ്ടി DYFIയുടെ ഗുണ്ടകൾ, ക്രിമിനലുകൾ, ചെറ്റകൾ, തെമ്മാടികൾ ഒരുങ്ങിക്കൂട്ടി മാരകായുധങ്ങൾ വന്ന് തടയാൻ വന്നിട്ട് ആ DYFIയുടെ ക്രിമിനൽ സംഘത്തെ, ആ ചെറ്റകളെ, ആ തെണ്ടികളെ, ആ ക്രിമിനൽ കൂട്ടത്തെ പിരിച്ചുവിടാനോ അവർക്കെതിരെ നിയമ നടപടി എടുക്കുവാനോ ഈ മാരകായുധങ്ങളുമായി വന്ന DYFIക്കാരെ തടയുവാനോ പോലീസ് ശ്രമിക്കാതെ ഈ പറയുന്ന UDF പ്രവർത്തകരെ തടയാൻ ശ്രമിച്ചത് മുതലാണ് ഇന്നലെ അവിടെ പ്രശ്നങ്ങൾ ഉടലെടുക്കുന്നത്. അതിലേക്കാണ് ഈ പറയുന്ന ഷാഫി പറമ്പിൽ കയറി വരുന്നത്. ഷാഫി പറമ്പിലും DCC പ്രസിഡന്റും അടങ്ങുന്ന കോൺഗ്രസ് നേതാക്കൾ അവിടെ വരുന്നു. അവിടെ ബാക്കിയുള്ളവരെ അനുനയിപ്പിക്കാൻ ശ്രമിക്കുന്നു, എല്ലാം സോൾവ് ചെയ്യാൻ ശ്രമിക്കുമ്പോഴാണ് പോലീസ് വീണ്ടും ഗ്രനേഡും കണ്ണീർ വാതകങ്ങളും ഒക്കെ ഉപയോഗിച്ച് ഇത്തരത്തിൽ ക്രൂരമായി ആക്രമിക്കുന്നത്. അതിനാക്രമിക്കാൻ ഈ പ്രതിഷേധ മാർച്ചിനെ തടയാൻ വന്ന DYFI കൂട്ടങ്ങളും പോലീസിന്റെ കൂടെ കൂടുന്നു. ലാത്തി കൊണ്ട് ഷാഫി പറമ്പിലെ തലയും മൂക്കും അടിച്ച് പൊട്ടിക്കുന്നു. എന്നിട്ട് ഇപ്പോ ഷാഫി പറമ്പിലെ കുറ്റക്കാരനാക്കിക്കൊണ്ട് കേസെടുത്തിരിക്കുന്നു. കേസെടുക്കാന് ഏത് ഉണ്ണാക്കനും പറ്റുമടോ? കാക്കിയിട്ട അധികാരമുണ്ടെങ്കിൽ ആർക്കും കേസെടുക്കാൻ പറ്റും. പക്ഷെ നിങ്ങളെ കൊണ്ട് കഴിയാത്ത മറ്റൊന്നുണ്ട്, ഷാഫിയെ വീഴ്ത്താൻ നിങ്ങളെ കൊണ്ട് കഴിയില്ല. ഇനി കേസെടുത്തുകൊണ്ട് ഭയപ്പെടുത്താമെന്ന് നിങ്ങൾ കരുതുന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ വീട്ടിലുള്ളവരോട് കാണിച്ചാൽ മതി. ഷാഫി പറമ്പിലെ നെഞ്ചത്തേക്ക് വേണ്ട. അങ്ങനെ ഉണ്ടായാൽ നിങ്ങളെ നേരിടേണ്ട രീതിയിൽ നേരിട്ടിരിക്കും. അതിന് പോലീസുകാരനാണെങ്കിലും ശരി, അതിന് സഖാവാണെങ്കിലും ശരി, ഒരുത്തനെയും യാതൊരു തെല്ലു ഭയമില്ലാതെ പേരാമ്പ്രയുടെ മണ്ണിൽ പ്രവർത്തിക്കാൻ വടകരയുടെ നായകനുണ്ടാകും, ഷാഫി പറമ്പിലുണ്ടാകും. അയാളുടെ മൂക്കടിച്ച് പൊട്ടിക്കാൻ നിങ്ങൾക്ക് സാധിച്ചേക്കാം, ബട്ട് അയാളെ നിഷ്പ്രഭനാക്കാൻ നിങ്ങൾക്ക് കഴിയില്ല. കേസല്ല, കേസിന്റെ മേലെ കേസ് ഉണ്ടായാലും നേരിടാൻ ഞങ്ങൾ തയ്യാറാണ്. മനസ്സിലായില്ലേ? നിങ്ങൾ ആദ്യം പറഞ്ഞത് എന്താ? ഞങ്ങൾ ഷാഫിയെ തല്ലിയിട്ടില്ല എന്ന്. ദൃശ്യങ്ങൾ വന്നപ്പോൾ നിങ്ങൾ മിണ്ടുന്നില്ല, ജനങ്ങൾ കാണുമ്പോൾ നിങ്ങൾ മിണ്ടുന്നില്ല. ഇപ്പം നിങ്ങൾ ഷാഫിക്കെതിരെ കേസെടുത്തു. മാരകായുധങ്ങൾ ഉണ്ട് എന്നാണ് പറയുന്നത്. എവിടെടോ മാരകായുധങ്ങൾ? ആ മാരകായുധങ്ങൾ പ്രയോഗിക്കുമ്പോൾ ഉറപ്പായിട്ടും മാരകായുധങ്ങൾ പ്രയോഗിച്ചിട്ട് നിങ്ങൾ പരിക്കേൽക്കാതിരിക്കാൻ നിങ്ങൾ വലിയ സൂപ്പർ ഹീറോ അല്ലെങ്കിൽ സൂപ്പർ ഹീറോകളൊന്നുമില്ലല്ലോ. അപ്പോൾ നിങ്ങൾക്ക് പരിക്കേൽക്കും. പരിക്കേറ്റ ഒരാളെ കാണിക്കും. ഇല്ലാ കഥകൾ, കള്ളക്കേസ് ഉണ്ടാക്കാനാണ് ഭാവമെങ്കിൽ ഒരു കാര്യം ഓർത്തോ, പിണറായി വിജയൻ കേരളത്തിന്റെ മുഖ്യമന്ത്രി കസേരയിൽ അധിക നാളുണ്ടാവില്ല ഇനി. അത് ഓർത്തോ. ഇന്നലെ അവിടെ ഉണ്ടായ എല്ലാ തെമ്മാടിക്കൂട്ടങ്ങളെയും ഞങ്ങൾ നോക്കി വെച്ചിട്ടുണ്ട്. അവിടെ ഉണ്ടായിരുന്ന എല്ലാ തെമ്മാടിക്കൂട്ടങ്ങളെയും ഞങ്ങൾ നോക്കി വെച്ചിട്ടുണ്ട്. ഒന്നിനെയും വെറുതെ വിടില്ല, ഉറപ്പാണ്. ഈ കാര്യത്തിൽ നിങ്ങൾക്ക് ഒരാൾക്കും ഒരു തർക്കവും വേണ്ട കേട്ടോ. ഇന്നലെ ഷാഫിയുടെ നേരെ നിങ്ങൾ കൈയോങ്ങിയിട്ടുണ്ടെങ്കിൽ ഇന്നലെ കേരളത്തിന്റെ തെരുവോരങ്ങളിൽ നിങ്ങൾ കണ്ടതാണ് എന്താണ് ഇവിടെ സംഭവിക്കുന്നത് എന്ന്. കണ്ടത് നിങ്ങൾ വളരെ ക്ഷമയോടുകൂടി, വളരെ സംയമനത്തോടു കൂടിയുള്ള പെരുമാറ്റം മാത്രമേ നിങ്ങൾ കണ്ടിട്ടുള്ളൂ. ഇന്നലെ കേരളത്തിന്റെ തെരുവിൽ ഷാഫിക്ക് വേണ്ടി തെരുവിലിറങ്ങിയ ജനത ഒരു സെക്കൻഡ് പോലും അതിര് കടന്ന് ഒന്നും പ്രവർത്തിച്ചിട്ടില്ല. ബട്ട് അത് ബലഹീനതയായിട്ട് മാത്രം കാണരുത്. അതിനപ്പുറത്തേക്ക് എല്ലാ അതിർവരമ്പുകളെയും ഭേദിച്ചുകൊണ്ട് പ്രവർത്തിക്കാനും സഞ്ചരിക്കുവാനും ഞങ്ങൾക്ക് സാധിക്കും. അത് കഴിയില്ലെന്ന് നിങ്ങൾ അങ്ങനെ ഒരു ധാരണ ഉണ്ടെങ്കിൽ അത് നിങ്ങളുടെ മൗഢ്യമായ ധാരണകൾ മാത്രമാണ്. അങ്ങനെ നിങ്ങൾ ആരും കരുതരുത്, അങ്ങനെ ആരും നിങ്ങൾ വിശ്വസിക്കരുത്. ആ വിശ്വാസത്തിൻ്റെ പേരിൽ നിങ്ങൾ ആശ്വസിക്കരുത്. ഞങ്ങളെ കൊണ്ട് ഇനിയും തെരുവിൽ നിങ്ങൾ ഇറക്കരുത്. അങ്ങനെ തെരുവിലിറക്കിയാൽ അത് നിങ്ങളുടെ നന്മയ്ക്ക് വേണ്ടി ആവില്ല എന്നുള്ള കാര്യം നിങ്ങൾ ഓർത്തു വെച്ചോ. ഷാഫി പറമ്പിലിനെ തൊട്ടിട്ട് നിങ്ങൾ ഈ കേരളത്തിൽ അങ്ങനെ ഞെളിഞ്ഞു നടക്കാമെന്ന് കരുതുന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ
അന്ധമായ ധാരണകൾ, മിഥ്യാധാരണകൾ മാത്രമാണ് എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട. കേസെടുത്ത് അയാളെ പൂട്ടാമെന്ന് കരുതിയിട്ടുണ്ടെങ്കിൽ പൂട്ടാൻ നിങ്ങളുടെ ജയിലുകൾ മതിയാകാതെ വരും. മിസ്റ്റർ പിണറായി വിജയൻ, തൈക്കണ്ടി വിജയ, എവിടെ പോയി ഒളിച്ചാലും തേടി പിടിച്ചിരിക്കും ഞങ്ങള്. നിങ്ങളുടെ ജയിലുകളും കേരളത്തിന്റെ പോലീസ് സംവിധാനങ്ങളും മതിയാവാതെ വരും. നിങ്ങൾക്ക് അറസ്റ്റ് ചെയ്തും കേസെടുത്തും അകത്തിട്ട് ഇല്ലായ്മ ചെയ്യാനാണ് ശ്രമമെങ്കിൽ നിങ്ങൾക്കതിന് കഴിയില്ല വിജയൻ. നിങ്ങൾ പരാജയമാണ്. നിങ്ങളുടെ പരാജയങ്ങൾ, നിങ്ങളുടെ വീഴ്ചകൾ, നിങ്ങളുടെ കൊള്ളകൾ മകനെയും മകളെയും കൂട്ടി ഒരു തിരുട്ട് ഫാമിലിയെ ക്ലിക്ക് ഹൗസിലേക്ക് നയിച്ചു കൊണ്ടുപോയി അവിടെ ഇരുന്നു കൊണ്ട് കേരളത്തിന്റെ പൊതു ഖജനാവാണ് കട്ടെടുത്ത് മുടിക്കാൻ ശ്രമിക്കുന്നതെങ്കിൽ അതിനുള്ള മറുപടി കേരളത്തിന് പൊതുജനം നൽകും. നിങ്ങളെ എടുത്ത് മുഖ്യമന്ത്രി കസേരയിൽ നിന്ന് എടുത്ത് വേസ്റ്റ് കൊട്ടയിലേക്ക് എറിയുന്ന കാലം അതിവിദൂരമല്ല മിസ്റ്റർ പിണറായി വിജയൻ. എവിടെയൊക്കെ പോയി ഒളിച്ചാലും, നരേന്ദ്രമോദിയുടെയും അമിത്ഷായെയും RSSന്റെ ശാഖയിൽ പോയി ഒളിച്ചാലും നിങ്ങളെ എടുത്തെറിയുന്ന ദിവസത്തിന് വളരെ കുറഞ്ഞ ദൂരം മാത്രമേ ഉള്ളൂ മിസ്റ്റർ പിണറായി. തൻ്റെ മകൾ തൈക്കണ്ടി വീണയെയും മകനെയും സംരക്ഷിച്ചു പിടിക്കുവാനുള്ള താത്രപ്പാടിലാണ് എന്നറിയാം. പക്ഷേ കേരളത്തിന്റെ പൊതുമുതൽ കൊള്ളയടിച്ച ഒരു കുടുംബമാണ് താങ്കളുടേത്. അത് ഓർമ്മയുണ്ടാവുന്നത് നല്ലതാണ്.